ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഹെയർ ഡേയുടെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. ഈ ഒരു ഡൈ തയ്യാറാക്കാനായിട്ട് നമ്മൾ ഹെന്ന പൗഡറോ ഇൻഡിഗോ പൗഡറോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ, അത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് ഒരുപാട് സഹായിക്കുന്ന കുറേ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കിയെടുക്കുന്നത്. ഈ ഒരു ഡൈയിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പനിക്കൂർക്കയുടെ ഇലയാണ്. ചില സ്ഥലങ്ങളിൽ ഞവരയില എന്നൊക്കെ പറയും. നമ്മുടെ മുടി കറുപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ ഞവരയില. അത് ഏകദേശം ഒരു കൈപ്പിടിയോളം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഹെയർ ഡൈ ആയാലും ഹെയർ ഓയിൽ ആയാലും ഇരുമ്പിൻ്റെ പാത്രത്തിൽ വേണം കേട്ടോ തയ്യാറാക്കിയെടുക്കാൻ. ഞാനിവിടെ എൻ്റെ ഹെയർ ഡൈ തയ്യാറാക്കുന്ന ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞവരയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ നമ്മൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കുന്നത്. മുടിയുടെ ആരോഗ്യത്തിനും മുടി പെട്ടെന്ന് വളരാനുമൊക്കെ കറിവേപ്പിൻ്റെ ഇല ഒരുപാട് സഹായിക്കും. അതുപോലെ തന്നെ താരനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിലേക്ക് 2 തണ്ട് ആര്യവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളെടുത്ത ഇലകളെല്ലാം നല്ലതുപോലെ കഴുകി പ്രാണികളൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തണം. ഇനി നമുക്ക് ഈ ഇലകളിലുള്ള ജലാംശം പോകാനായിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ. പനിക്കൂർക്കയുടെ ഇലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ജലാംശം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നല്ലപോലെ നമ്മളിതൊന്ന് വറുത്തെടുക്കണം. ഈ ഒരു പൊടി നമുക്ക് കുറേ കാലം സ്റ്റോർ ചെയ്യാനുള്ളതാണ്. ഈ ഒരു പരുവത്തിൽ ഇലയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് സവാളയുടെ തോലിട്ട് കൊടുക്കാം. കൂടെ തന്നെ ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉലുവ കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നല്ല രീതിയിൽ തന്നെ വറുത്തെടുക്കണം. അപ്പം നമ്മൾ ഈ ഒരു ഹെയർ ഡൈയിലേക്ക് എടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മുടെ മുടിയുടെ വളർച്ചയെയും മുടി നല്ലതുപോലെ കറുപ്പിക്കാനും ഉള്ളുണ്ടാവാനും അതുപോലെ തന്നെ താരൻ്റെയൊക്കെ ശല്യം മാറിക്കിട്ടാനും സഹായിക്കുന്നതാണ്. വറുക്കുന്ന സമയത്ത് ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഒരു പരിവം എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് കയ്യിലെടുത്ത് ഇതുപോലൊന്ന് പൊടിക്കുന്ന സമയത്ത് നല്ലതുപോലെ പൊടിഞ്ഞു കിട്ടണം. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ടിരിക്കുന്ന ഉലുവയുടെ കളറൊക്കെ മാറി നല്ല കറുപ്പ് കളറിലേക്ക് വരണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവില്ലാത്ത ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഈ ഒരു പൊടി നമ്മൾ എത്ര കാലം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വെള്ളം നനവില്ലാത്ത രീതിയിൽ വേണം പൊടിച്ചെടുക്കാനായിട്ട്. പൊടിച്ചെടുത്ത ഈ ഒരു പൊടി നമുക്ക് നല്ലപോലെ അരിച്ചതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി ഈ ഒരു പൊടി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഹെയർ ഡൈ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന ആ ഒരു പൊടി ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഹെന്ന പൗഡറോ നീലാംബരിയുടെ പൗഡറോ ഒന്നും ചേർക്കുന്നില്ല. പകരം കാത്താ പൗഡറാണ് കേട്ടോ ചേർക്കുന്നത്. ഇൻഡിഗോ പൗഡറൊക്കെ ഉപയോഗിക്കുമ്പം അലർജി ഉള്ളവർക്ക് ഈ ഒരു ഹെയർ ഡൈ സൂപ്പർ ആയിരിക്കും. കാത്താ പൗഡർ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാനായിട്ട് കഴിയും. ഞാൻ വാങ്ങിയതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. 100% നാച്ചുറൽ ആയിട്ടുള്ളത് തന്നെ നിങ്ങൾ വാങ്ങാനായിട്ട് ശ്രമിക്കണം. അത് നമ്മൾ ഏകദേശം 2 ടേബിൾ സ്പൂണോളാണ് കേട്ടോ എടുക്കുന്നത്. ഈ 2 പൊടിയും നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ചെറിയതായിട്ടൊന്ന് ഡാർക്ക് കളർ വരുന്നത് വരെ ഇതൊന്ന് ചൂടാക്കി എടുക്കണം. കാത്താ പൗഡറിൻ്റെ ഹെയർ ഡൈ പെട്ടെന്ന് മുടി കറുക്കാൻ സഹായിക്കുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ഹെയർ ഡൈയുടെ കളർ ചേഞ്ചായി ലൈറ്റായിട്ടൊന്ന് ബ്ലാക്ക് കളറിലേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. പൊടികളൊന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ആ ഒരു ഡൈ സെറ്റാക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് കട്ടൻ ചായ തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം തേയിലപ്പൊടി ഇട്ട് നല്ലതുപോലെ അത് തിളപ്പിച്ച് വറ്റിച്ച് 1/2 ഗ്ലാസ് ആക്കി എടുക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ പൊടി നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ചെടുത്ത കട്ടൻ ചായ അരിച്ചെടുത്തതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ഹെയർ ഡൈ നമുക്ക് തയ്യാറാക്കിയ ഉടനെ തന്നെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് സമയം ഉണ്ടെങ്കിൽ അരമണിക്കൂറോളം വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടുതൽ നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ഹെയർ ഡൈയിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കുറച്ചും കൂടെ ഒന്ന് സെറ്റായിട്ട് വരും. ഇപ്പം നമ്മൾ കട്ടകളില്ലാത്ത രീതിയിൽ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അരമണിക്കൂർ നേരത്തേക്കൊന്ന് അടച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ഹെയർ ഡൈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതേ കണ്ടില്ലേ എത്ര നല്ല ബ്ലാക്ക് കളറുള്ള ഹെയർ ഡൈ ആണ് നമ്മൾ തയ്യാറാക്കിയെടുത്തതെന്നുള്ളത്. ഈ ഒരു ഡൈ നിങ്ങൾ മുടിയിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ സാധാരണ കെമിക്കൽ ഡൈ ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വല്ലാത്തൊരു ബ്ലാക്ക് കളർ ആയിരിക്കുമല്ലോ കിട്ടുന്നത്. പക്ഷേ ഇത് നമ്മുടെ മുടിയുടെ നാച്ചുറൽ ആയിട്ടുള്ള ബ്ലാക്ക് കളർ തന്നെ നമുക്ക് കിട്ടും. ഡൈ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് തോന്നുകയില്ല. അത്ര പെർഫെക്റ്റ് ആയിരിക്കും.
ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം വെച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു 2-3 മാസം ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മുടികളൊക്കെ നല്ലപോലെ കറുത്ത് വരും. പിന്നെ നമുക്ക് മാസത്തിൽ ഒന്നെന്നുള്ള രീതിയിൽ ഉപയോഗിച്ചാൽ മതി. ഈ ഒരു ഹെയർ ഡേ നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിയിൽ ഒട്ടും തന്നെ എണ്ണമെഴുക്കുണ്ടാകാൻ പാടില്ല. ഷാമ്പു വാഷ് ചെയ്ത മുടിയിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അപ്ലൈ ചെയ്തിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം വേണം മുടി കഴുകാനായിട്ട്. അപ്പോൾ ഈ ഒരു ഹെയർ ഡേ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അതിനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.